ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വലിയ ചിന്തകളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യമെന്താണ്? പണമോ, കഴിവാണോ, അതോ നല്ല ബന്ധങ്ങളോ? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുന്ന രീതിയാണ്. അതെ, നമ്മുടെ ചിന്താരീതിയാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡേവിഡ് ജെ. ഷുവാർട്സ് എഴുതിയ ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ചിന്ത വലുതാക്കിയാൽ നിങ്ങളുടെ ജീവിതം തനിയെ വലുതാകുമെന്ന് ഈ പുസ്തകം പറയുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇതെല്ലാം അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അവിശ്വാസം നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം ചെറിയ ചിന്തകളെ ഇല്ലാതാക്കണം. ഉദാഹരണത്തിന്, 2 സുഹൃത്തുക്കളുണ്ടെന്ന് കരുതുക. ആദ്യത്തെ സുഹൃത്ത് എപ്പോഴും ചിന്തിക്കുന്നു, എനിക്ക് വലിയൊരു ബിസിനസ്സുകാരനാകണം, പക്ഷേ എനിക്കതിന് കഴിയില്ലായിരിക്കും. രണ്ടാമത്തെ സുഹൃത്ത് ചിന്തിക്കുന്നു, എനിക്ക് വലിയ ബിസിനസ്സുകാരനാകണം, ഞാൻ അതിനുള്ള വഴി കണ്ടെത്തും. ഇപ്പോൾ പറയൂ, ആരുടെ വിജയത്തിനാണ് കൂടുതൽ സാധ്യത? തീർച്ചയായും രണ്ടാമത്തെ സുഹൃത്തിന്. എന്തുകൊണ്ട്? കാരണം അവന്റെ ചിന്ത പോസിറ്റീവാണ്. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് സ്വയം വഴികൾ കണ്ടെത്താൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു വലിയ ജോലി ലഭിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എനിക്കിത് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും? നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് വഴികൾക്ക് പകരം പ്രശ്നങ്ങൾ മാത്രമേ കാണിക്കൂ. എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതെ, ഇതൊരു വലിയ അവസരമാണ്, എനിക്കിത് തീർച്ചയായും ചെയ്യാൻ കഴിയും, അപ്പോൾ നിങ്ങളുടെ തലച്ചോറ് പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കതൊരിക്കലും ചെയ്യാൻ കഴിയില്ല. വിജയം നേടാനുള്ള ഏറ്റവും വലിയ രഹസ്യം ഉടനടി പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ എത്ര തവണ പറയാറുണ്ട്, ഇപ്പോൾ വേണ്ട, പിന്നെ ചെയ്യാം, ഇപ്പോൾ സമയമില്ല, നാളെ മുതൽ തുടങ്ങാം, എന്നിട്ട് ആ നാളെ ഒരിക്കലും വരാറില്ല. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, വിജയിച്ച ആളുകൾ ഉടനടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങൂ. ചെറിയ ചെറിയ ചുവടുകൾ വയ്ക്കൂ, പക്ഷേ തുടക്കം കുറിക്കൂ. ബിൽ ഗേറ്റ്സ്, ഇലോൺ മസ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മനുഷ്യൻ അവർ ഇങ്ങനെയെങ്ങാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ വേണ്ട, പിന്നെ നോക്കാം, അവർ ഇത്രയും വിജയിക്കുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ തലച്ചോറിൽ പരിധിയില്ലാത്ത സൃഷ്ടിപരമായ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ എപ്പോഴും നെഗറ്റിവിറ്റി കൊണ്ട് നിറച്ചാൽ ഈ കഴിവ് ഒരിക്കലും പുറത്തുവരില്ല. ഡേവിഡ് ജെ. ഷുവാർട്സ് ഒരു ശക്തമായ വിദ്യ പറയുന്നു. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനോട് ചോദിക്കൂ, എനിക്കെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? നിങ്ങൾ ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പരിഹാരങ്ങൾ കണ്ടെത്താൻ തുടങ്ങും. ഇന്നു മുതൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഭയം മാറ്റിവെക്കൂ, പോസിറ്റീവായി ചിന്തിക്കൂ, പ്രവർത്തിക്കൂ, നിങ്ങളുടെ സർഗാത്മകത പുറത്തുകൊണ്ടുവരൂ. വിജയത്തിന്റെ മാന്ത്രികത വലിയ ചിന്തകർക്ക് മാത്രമേ ലഭിക്കൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ചിന്തകളിൽ കുടുങ്ങിപ്പോകുന്നു. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു, എനിക്കെങ്ങനെ ഇത്ര വലിയ സ്വപ്നം കാണാൻ കഴിയും? എനിക്കതിന് കഴിവില്ല, ആളുകൾ എന്തു പറയും? ഈ ചിന്തയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത്. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, നിങ്ങൾ എത്ര വലുതായി ചിന്തിക്കുന്നുവോ അത്രയും വലിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു ചെറിയ കുട്ടി എനിക്കൊരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ നടക്കാൻ പഠിക്കുമോ? പക്ഷേ അവൻ വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, ഒടുവിൽ നടക്കാൻ പഠിക്കുന്നു. ഒരു കുട്ടിക്ക് വലുതായി ചിന്തിക്കാനും സ്വയം വിശ്വസിക്കാനും കഴിയുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് കഴിയില്ല? ഒരു പരീക്ഷണം നടത്തിയിരുന്നു. 2 ഗ്രൂപ്പുകൾക്ക് ഒരു പസിൽ കൊടുത്തു. ആദ്യത്തെ ഗ്രൂപ്പ് പസിൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് കഴിയില്ല. രണ്ടാമത്തെ ഗ്രൂപ്പ് പറഞ്ഞു, നമുക്ക് നോക്കാം ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന്. ഫലമെന്തായിരുന്നു? ആദ്യത്തെ ഗ്രൂപ്പ് പരാജയപ്പെട്ടു, പക്ഷേ രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രശ്നം പരിഹരിച്ചു. എന്തുകൊണ്ട്? കാരണം അവർ സ്വയം പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് കഴിയും. ഇതാണ് നെഗറ്റീവ് പോസിറ്റീവ് മനോഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് സത്യത്തിൽ നടക്കില്ല. എന്നാൽ നിങ്ങൾ സ്വയം അതെ, എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നേടാൻ കഴിയൂ. നിങ്ങൾ ചെറുതായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മാത്രമേ ലഭിക്കൂ. നിങ്ങൾ വലുതായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ലഭിക്കും. ഡേവിഡ് ജെ. ഷുവാർട്സ് ഇതിനെക്കുറിച്ച് ഒരു ശക്തമായ കാര്യം പറയുന്നു. വലുതായി വിശ്വസിക്കൂ, നിങ്ങൾ വലുതായി നേടും. സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ, ഇലോൺ മസ്ക് മനുഷ്യന് ചൊവ്വയിൽ പോകാൻ കഴിയുമെന്ന് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ അവർക്കിതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. അവർ ആദ്യം വലുതായി ചിന്തിച്ചു, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ വലുതായി ചിന്തിക്കാൻ തയ്യാറാണോ? നിങ്ങൾ അസാധ്യമായതിനെ സാധ്യമാക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഇന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങൂ. വിശ്വസിക്കൂ, പ്രവർത്തിക്കൂ. കാരണം ഓർമ്മിക്കുക, വലുതായി ചിന്തിക്കുന്നവരുടെ ലോകവും വലുതായിരിക്കും. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു,
നിങ്ങൾ ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് അത് നിങ്ങളുടെ ചിന്തയെ ഉണ്ടാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യും. നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും പ്രശ്നങ്ങൾ മാത്രം കാണുന്ന, ഇതൊന്നും സാധിക്കില്ല എന്ന് പറയുന്ന ജീവിതം, എപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങളുടെ ചിന്തയും ക്രമേണ അതുപോലെയാകും. എന്നാൽ നിങ്ങൾ പോസിറ്റീവും അതിമോഹികളുമായ ആളുകളോടൊപ്പമാണ് ജീവിക്കുന്നതെങ്കിൽ, ഓരോ വെല്ലുവിളിയെയും അവസരമായി കാണുന്ന, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്ന, എപ്പോഴും മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ആളുകളോടൊപ്പം നിങ്ങളും അവരെപ്പോലെ ഒരു വളർച്ചാ മനോഭാവം സ്വീകരിക്കും. ഒഴിവുകഴിവുകൾ മാറ്റിവെച്ച് ഫലങ്ങളിൽ ശ്രദ്ധിക്കൂ. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് വിഭവങ്ങളില്ല, എനിക്ക് പിന്തുണയില്ല എന്നൊക്കെ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകളുടെ കഥ നോക്കൂ. അവരും പൂജ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഷാരൂഖ് ഖാൻ സിനിമാ പശ്ചാത്തലമില്ലാതെ വന്നു, പക്ഷേ കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് ബോളിവുഡിന്റെ കിങ് ആയി മാറി. ധീരുഭായ് അംബാനി ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്നു, പക്ഷേ തന്റെ ചിന്തകളിലൂടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. APJ അബ്ദുൽ കലാം പത്രം വിറ്റു, പക്ഷേ വലിയ സ്വപ്നങ്ങൾ കണ്ടു, അത് സത്യമാക്കി. അവർ ഒഴിവുകഴിവുകൾ പറഞ്ഞോ? അവർ അവരുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിങ്ങൾക്കും വിജയം വേണമെങ്കിൽ ഒഴിവുകഴിവുകൾ മാറ്റിവെച്ച് ഫലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളോടാരെങ്കിലും നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. സത്യമിതാണ്, വിജയം ലഭിക്കുന്നത് വീണ്ടും വീണ്ടും പരാജയപ്പെടുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കാണ്. തോമസ് എഡിസൺ 1000 തവണ പരാജയപ്പെട്ടതിനുശേഷം ബൾബുണ്ടാക്കിയപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞാൻ 1000 തവണ പരാജയപ്പെട്ടില്ല, പ്രവർത്തിക്കാത്ത 1000 വഴികൾ ഞാൻ പഠിച്ചു. ഇതാണ് നിങ്ങൾക്ക് വേണ്ട മനോഭാവം. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പഠിക്കുകയാണെന്നാണ്. പഠിക്കുന്നവനാണ് വിജയിക്കുന്നത്. പലരും പറയാറുണ്ട്, എനിക്കൊരു ചെറിയ വീടും സാധാരണ ജോലിയും മതി. ചെറുതായി ചിന്തിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ നിങ്ങളുടെ കഴിവിനേക്കാൾ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ വിലകുറച്ച് കാണുകയാണ്. ഡേവിഡ് ജെ ഷുവാർട്സ് പറയുന്നു, നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും മാത്രമേ നിങ്ങൾക്ക് നേടാൻ കഴിയൂ. നിങ്ങളൊരു 10,000 രൂപ വരുമാനം മാത്രം ചിന്തിച്ചാൽ അതുമാത്രമേ ലഭിക്കൂ. എന്നാൽ നിങ്ങൾ 1 ലക്ഷം, 10 ലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുമാനം ചിന്തിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് അതനുസരിച്ച് വഴികൾ കണ്ടെത്താൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കൂ, വലിയ സ്വപ്നങ്ങൾ കാണൂ, വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കൂ, നിങ്ങളിൽ വിശ്വസിക്കൂ. ചിന്തിക്കുക, സ്വപ്നം കാണുക, പക്ഷേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒന്നും മാറില്ല. ഡേവിഡ് ജെ ഷുവാർട്സ് പറയുന്നു, അറിവ് പ്രധാനമാണ്, പക്ഷേ പ്രവർത്തനം അതിനേക്കാൾ പ്രധാനമാണ്. നാളെ മുതൽ ജിമ്മിൽ പോകും, നേരത്തെ എഴുന്നേൽക്കും, ഒരു പുതിയ കഴിവ് പഠിക്കും എന്നൊക്കെ നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട്? പക്ഷേ നിങ്ങൾ പ്രവർത്തിച്ചില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അവിടെ തന്നെ നിൽക്കുന്നത്. അതിനാൽ ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞയെടുക്കൂ. ഞാൻ ചിന്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും. ഡേവിഡ് ജെ ഷുവാർട്സ് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ ലോകവും നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ വ്യക്തിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ട്? കാരണം അവരുടെ ശരീരഭാഷ, ശബ്ദം, സംസാരിക്കുന്ന രീതി എല്ലാം അവർക്ക് സ്വയം ആത്മവിശ്വാസമുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, എനിക്ക് അങ്ങനെയൊരു ആത്മവിശ്വാസമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട. ആത്മവിശ്വാസം പഠിച്ചെടുക്കാൻ കഴിയും. അതിന് 3 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. 1. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കൂ. നിങ്ങൾ പറയുന്നതിലോ ചിന്തിക്കുന്നതിലോ നെഗറ്റിവിറ്റി കൊണ്ടുവരരുത്. 2. നിങ്ങളുടെ കുറവുകൾ ഇല്ലാതാക്കൂ. ഏത് കഴിവിന്റെയോ അറിവിന്റെയോ കുറവുണ്ടോ അത് പഠിച്ചെടുക്കൂ. 3. നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറൂ. നിങ്ങളെ എപ്പോഴും ശക്തനും കഴിവുള്ളവനും പ്രാപ്തനുമായി കാണുക. ഓർക്കുക, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അതുപോലെ ലോകവും നിങ്ങളെ കാണും. വ്യത്യാസം ചിന്തയിൽ മാത്രമാണ്. ഒരു പഴയ കഥയുണ്ട്. 2 സുഹൃത്തുക്കൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് മാനേജരായി, മറ്റേയാൾ സാധാരണ ജീവനക്കാരനായി അവിടെ തന്നെ നിന്നു. എന്തുകൊണ്ട്? കാരണം ആദ്യത്തെ സുഹൃത്ത് വലുതായി ചിന്തിച്ചു, പ്രവർത്തിച്ചു, സ്വയം മെച്ചപ്പെടുത്തി. രണ്ടാമത്തെ സുഹൃത്ത് ഇങ്ങനെയൊക്കെ മതി എന്ന ചിന്താഗതിയോടെ ജീവിച്ചു. ഇതാണ് വലിയ ചിന്തയും ചെറിയ ചിന്തയും തമ്മിലുള്ള വ്യത്യാസം. ഡേവിഡ് ജെ ഷുവാർട്സ് പറയുന്നു, നിങ്ങൾ നിങ്ങളെ വലുതായി കാണുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വലുതായി കാണില്ല. ഇപ്പോൾ ചിന്തിക്കൂ, നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്? നിങ്ങളുടെ ചിന്ത വലുതാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും വലുതായിരിക്കും. അവസരങ്ങൾ എല്ലായിടത്തുമുണ്ട്, കാണാനുള്ള കാഴ്ചപ്പാട് മാത്രം മതി. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് നല്ല അവസരങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ സത്യമിതാണ്, അവസരങ്ങൾ എല്ലായിടത്തുമുണ്ട്. പ്രശ്നം നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നതാണ്. ഡേവിഡ് ജെ ഷുവാർട്സ് പറയുന്നു, വിജയിച്ച ആളുകൾ സ്വയം അവസരങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഇനിയൊരിക്കലും എനിക്ക് അവസരങ്ങളില്ല എന്ന് പറയരുത്. പകരം എനിക്ക് എന്റെ അവസരങ്ങൾ എവിടെ കണ്ടെത്താൻ കഴിയും എന്ന് ചിന്തിക്കുക. വിജയിച്ച ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മാത്രമല്ല, അവർ എങ്ങനെ സംസാരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെപ്പോഴും എനിക്ക് സമയമില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല,
ഞാൻ വളരെ നിർഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരും. ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, നമ്മൾ എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ നമുക്ക് തോന്നാൻ തുടങ്ങും, നമുക്കെങ്ങനെ തോന്നുന്നുവോ അതുപോലെ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിനാൽ നിങ്ങളുടെ ഭാഷ എപ്പോഴും മാറ്റുക. എനിക്ക് കഴിയില്ല എന്നതിനു പകരം ഞാൻ വഴി കണ്ടെത്തും എന്ന് പറയുക. എന്റെ ഭാഗ്യം മോശമാണ് എന്നതിനു പകരം ഞാൻ എന്റെ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുക. എനിക്ക് അവസരങ്ങളില്ല എന്നതിനു പകരം ഞാൻ എന്റെ അവസരങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കും എന്ന് പറയുക. ലോകത്തിലെ ഏറ്റവും വിജയിച്ച ആളുകൾ ദൃശ്യവൽക്കരണം, വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് അവർ അവരുടെ വിജയം ആദ്യം മനസ്സിൽ കാണുന്നു. ഒളിമ്പിക് ചാമ്പ്യനായ മൈക്കൽ ഫെൽപ്സ് പറയുന്നു, ഓരോ മത്സരത്തിലും വിജയിക്കുന്നതിനു മുൻപ് ഞാനത് എങ്ങനെയാണ് വിജയിക്കുന്നതെന്ന് മനസ്സിൽ വീണ്ടും വീണ്ടും കാണാറുണ്ട്. ഡേവിഡ് ജെ. ഷുവാർട്സും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വിജയം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിനെ യാഥാർത്ഥ്യമാക്കാനും കഴിയും. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് സ്വയം കാണൂ. എങ്ങനെയുണ്ട് ആ അനുഭവം? നിങ്ങൾക്കുള്ളിലൊരു ആവേശം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണോ? ഒരു കഥ കേൾക്കൂ. ഡാഷ് ആൻഡേഴ്സൺ എന്ന ഒരു പാവപ്പെട്ട കർഷകന്റെ കഥയാണിത്. ചെറിയൊരു ഗ്രാമത്തിൽ നിന്നുള്ളവൻ. തന്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാകുക എന്നതായിരുന്നു അവന്റെ ബാല്യകാല സ്വപ്നം. പക്ഷേ വീട്ടിൽ പണമുണ്ടായിരുന്നില്ല, പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ആരെയും പരിചയമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു, നിന്നെ ആരും സ്വീകരിക്കില്ല, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡേവിഡ് ജെ. ഷുവാർട്സിന്റെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ലോകത്തിന് നിങ്ങളെ തടയാൻ കഴിയില്ല. വലിയ ചിന്തിക്കാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചു. ദിവസക്കൂലി ജോലി മടുത്തപ്പോൾ അവൻ സുഹൃത്തിൽ നിന്ന് കടം വാങ്ങി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. വെറും 10 കാർഡ്ബോർഡ് പെട്ടികളിൽ നിറച്ച കുപ്പികളും ഒരു പഴയ സൈക്കിളുമായി. ആളുകൾ കളിയാക്കി, നീ ഈ ജോലിക്ക് പറ്റിയവനല്ല, വലിയ കമ്പനിയിൽ ജോലിക്ക് കയറിക്കോ. പക്ഷേ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം പറയുമായിരുന്നു, എനിക്ക് വലിയൊരു മനുഷ്യനാകണം, ഞാൻ വലുതായി ചിന്തിക്കും. പതിയെ പതിയെ അവന്റെ ബിസിനസ് വളർന്നു. അവനൊരു കട തുറക്കാൻ വിജയിച്ചു. പക്ഷേ ഒരു ദിവസം ഒരു വലിയ പ്രശ്നം വന്നു. കടയ്ക്ക് പെട്ടെന്ന് തീപിടിച്ചു. എല്ലാം കത്തിച്ചാമ്പലായി. ആളുകൾ പറഞ്ഞു, ഇനി നിന്റെ എല്ലാം പോയി, ഇനി നീ എന്തു ചെയ്യും? പക്ഷേ അവൻ തോറ്റുകൊടുത്തില്ല. അവൻ ചിന്തിച്ചു, ഒരു കട തുറക്കാൻ കഴിഞ്ഞെങ്കിൽ അടുത്തതും തുറക്കാൻ കഴിയും. അവൻ വീണ്ടും കളത്തിലിറങ്ങി, വീണ്ടും പണം സ്വരൂപിച്ച് ബിസിനസ് തുടങ്ങി. ഇത്തവണ ആദ്യത്തേതിനേക്കാൾ വലിയൊരു സ്റ്റോർ തുറന്നു. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അവനു 5 കടകളായി. പതിയെ പതിയെ അവൻ വളരെ വലുതായി, സ്വന്തമായി ഒരു കമ്പനിയുണ്ടാക്കി. വർഷങ്ങൾക്കുള്ളിൽ ഷോപ്പിംഗ് മാളുകളുടെ ഒരു വലിയ ബ്രാൻഡിന്റെ ഉടമയായി മാറി. ആരെല്ലാം അവനെ കളിയാക്കിയോ ഇന്ന് അവരെല്ലാം അവനെ വിജയഗുരു എന്ന് വിളിക്കുന്നു. ഡേവിഡ് ജെ. ഷുവാർട്സ് ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിച്ചതിതാണ്, ആർക്കും പൂജ്യത്തിൽ നിന്ന് ഹീറോ ആകാൻ കഴിയും. ജീവിതത്തിൽ എന്തും നേടാൻ വലിയ ചിന്ത അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടുകൾ വരും, പക്ഷേ നിങ്ങൾ തോൽക്കാത്ത പക്ഷം വിജയം ഉറപ്പാണ്. ഇനി ഒരു കഥ കൂടി കേൾക്കൂ. ഇത് ഹോവാർഡ് ഷുൾസ് എന്ന ഒരാളുടെ കഥയാണ്. ഹോവാർഡ് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ബാല്യം ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു. പക്ഷേ ഒരു ദിവസം അപകടം പറ്റി ജോലി പോയി. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പണമുണ്ടായിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും അയൽവീടുകളിൽ നിന്ന് ബാക്കി വന്ന ബ്രെഡ് കഷണങ്ങൾ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഹോവാർഡിനുള്ളിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വലുതാകുമ്പോൾ ജോലി ചെയ്യാൻ ആലോചിക്കുമ്പോൾ ഹോവാർഡ് പറയുമായിരുന്നു, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാകും. ആളുകൾ ചിരിച്ചു, ഇത്രയും വലിയ കാര്യങ്ങൾ പറയരുത്, ആദ്യം നിന്റെ വയറു നിറയ്ക്കാൻ നോക്കൂ. പക്ഷേ ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, ലോകത്തിൽ 2 തരം ആളുകളെയുള്ളൂ. 1 സ്വപ്നങ്ങളെ കളിയാക്കുന്നവർ, 2 സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നവർ. ഹോവാർഡ് ചെറിയ ജോലികൾ ചെയ്ത് പണം സ്വരൂപിച്ച് കോളേജ് പഠനം പൂർത്തിയാക്കി. എന്നിട്ട് ഒരു കോഫി കമ്പനിയിൽ ജോലി കിട്ടി. അദ്ദേഹം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കോഫി കുടിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. കോഫി വെറുമൊരു പാനീയമല്ല, ഇത് ആളുകളുടെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കമാണ്. പതിയെ പതിയെ അദ്ദേഹത്തിന് ഒരാശയം വന്നു, ഞാനൊരു കോഫി ഷോപ്പ് തുറക്കുകയാണെങ്കിൽ ആളുകൾക്ക് കോഫി കുടിക്കാൻ മാത്രമല്ല, മനോഹരമായ ഒരു അന്തരീക്ഷവും ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിന്നാണ് സ്റ്റാർബക്സ് പിറന്നത്. പക്ഷേ ബുദ്ധിമുട്ടുകൾ വന്നു. ഹോവാർഡ് തന്റെ ആശയം തന്റെ ബോസിന്റെ മുന്നിൽ വെച്ചപ്പോൾ അത് നിരസിക്കപ്പെട്ടു. ആളുകൾ പറഞ്ഞു, കോഫി എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ്, ഇതിൽ പുതിയതായി ഒന്നുമില്ല. പക്ഷേ ഹോവാർഡ് തോറ്റുകൊടുത്തില്ല. അദ്ദേഹം സ്വന്തമായി പണം സ്വരൂപിച്ച് കടം വാങ്ങി തന്റെ ആദ്യത്തെ കോഫി ഷോപ്പ് തുറന്നു. പതിയെ പതിയെ സ്റ്റാർബക്സ് വളർന്ന് ലോകമെമ്പാടും വ്യാപിക്കാൻ തുടങ്ങി. ഇന്ന് സ്റ്റാർബക്സിന് 30,000-ത്തിലധികം ഔട്ട്ലെറ്റുകളുണ്ട്. ഹോവാർഡ് ഷുൾസ് ഒരു കോടീശ്വരനായി മാറി. ഇനിയൊരു യഥാർത്ഥ കഥ കൂടി കേൾക്കൂ. വലിയ ചിന്തയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന് ഇത് തെളിയിക്കും. നിങ്ങൾ അലിബാബയുടെ പേര് കേട്ടിട്ടുണ്ടല്ലോ. അതെ, ലോകത്തിലെ ഇ-കൊമേഴ്സിനെ മാറ്റിമറിച്ച അതേ അലിബാബ. പക്ഷേ ഇതുണ്ടാക്കിയ ജാക്ക് മായുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഈ കഥ നിങ്ങളെ രോമാഞ്ചം കൊള്ളിക്കും. ജാക്ക് മാ ചൈനയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്.
ചെറുപ്പത്തിൽ അദ്ദേഹം വളരെ ദുർബലനും മെലിഞ്ഞവനുമായിരുന്നു. അദ്ദേഹത്തിന് കണക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്ത വളരെ വലുതായിരുന്നു. ആദ്യമായി യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിയപ്പോൾ പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണ വീണ്ടും പരാജയപ്പെട്ടു. മൂന്നാമത്തെ തവണയും പരാജയപ്പെട്ടു. 3 തവണ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തോറ്റുകൊടുത്തില്ല. കാരണം അദ്ദേഹത്തിനറിയാമായിരുന്നു, പരാജയം വെറുമൊരു സ്റ്റോപ്പ് മാത്രമാണ്, ലക്ഷ്യമല്ല. പിന്നെ ജാക്ക് മാ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ പ്രവേശനം നേടാൻ ശ്രമിച്ചു. പക്ഷേ 10 തവണ നിരസിക്കപ്പെട്ടു. KFCയിൽ ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ 24 പേരിൽ 23 പേരെയും തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ മാത്രം ഒഴിവാക്കി. ചിന്തിച്ചു നോക്കൂ, 23 പേരെ തിരഞ്ഞെടുത്തു, ഒരാളെ മാത്രം നിരസിച്ചു. അത് ജാക്ക് മായായിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്കാവുന്നത് എങ്ങനെ തോന്നും? എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, ലോകം നിങ്ങളെ തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വേഗത്തിൽ ഓടണം. ജാക്ക് മാ അതുതന്നെയാണ് ചെയ്തത്. അദ്ദേഹം വലുതായി ചിന്തിച്ചു, തോറ്റുകൊടുത്തില്ല. അദ്ദേഹം സ്വയം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും വലുതു ചെയ്യും. അങ്ങനെ അദ്ദേഹം തന്റെ കമ്പനി ഉണ്ടാക്കി, അലിബാബ. ഇന്ന് അലിബാബ ലോകത്തിലെ ഏറ്റവും വലിയ കൊമേഴ്സ് കമ്പനികളിൽ ഒന്നാണ്. ചായ വിൽക്കുന്ന ഒരാളിൽ നിന്ന് ജാക്ക് മാ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളിൽ ഒരാളായി മാറി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ജാക്ക് മാ ചെറുതായി ചിന്തിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം സാധിക്കുമായിരുന്നോ? അദ്ദേഹം തോറ്റുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അലിബാബ ഉണ്ടാകുമായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. അദ്ദേഹം ബുദ്ധിമുട്ടുകളെ തോൽപ്പിച്ചു. തന്റെ സ്വപ്നങ്ങളെ ജീവനോടെ നിർത്തി വലുതായി ചിന്തിച്ച് ലോകത്തെ മാറ്റിമറിച്ചു. ഇപ്പോൾ ചോദ്യമിതാണ്, നിങ്ങളുടെ ചിന്ത എത്ര വലുതാണ്? ഡേവിഡ് ജെ. ഷുവാർട്സ് പറയുന്നു, വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേയുള്ളൂ, അവരുടെ ചിന്ത. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ ചിന്തയെ വലുതാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണെങ്കിൽ ഇന്ന് തന്നെ ഒരു വലിയ സ്വപ്നം വയ്ക്കൂ. ഏതെങ്കിലും ഒരു കഴിവ് പഠിക്കണമെങ്കിൽ ഇന്നു മുതൽ തുടങ്ങൂ. ഒരു ബിസിനസ് ആശയമുണ്ടെങ്കിൽ ഇന്നു മുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങൂ. കോടീശ്വരനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്നു മുതൽ തുടങ്ങൂ. കാരണം ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നവരുടെ ജീവിതം കാത്തിരിപ്പിൽ തന്നെ അവസാനിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതാണ് ഡേവിഡ് ജെ. ഷുവാർട്സ് എഴുതിയ ദ മാജിക് ഓഫ് തിങ്കിംഗ് ബിഗ് എന്ന പുസ്തകത്തിന്റെ ഓഡിയോ ബുക്ക് സംഗ്രഹം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടമായെങ്കിൽ കമന്റിൽ എഴുതുക. ഞാൻ വലുതായി ചിന്തിക്കും, വലുതായി മാറും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ചെറിയ ചിന്തയ്ക്ക് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിയും. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.